ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് വിലക്കയറ്റത്തിലും അത് നിലനിർത്തുകയാണ്. രാജ്യത്തെ വിലക്കയറ്റം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 2.07% മാത്രമുള്ളപ്പോൾ കേരളത്തിൽ അത് 9.4%. കേരളത്തിൽ നഗരപ്രദേശങ്ങളിൽ വിലക്കയറ്റം കുറച്ച് കുറവുണ്ട്, അതായത് 7.19%. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ അത് 10.5%. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അടുത്ത കാലത്തൊന്നും കേരളത്തിന്റെ അടുത്തെങ്ങും എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ കേരളം അവരെയെല്ലാം ബഹുദൂരം പിറകിലാക്കി മുൻപോട്ട് കുതിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകം 3.81% വിലക്കയറ്റം രേഖപ്പെടുത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ 3.7% വിലക്കയറ്റം രേഖപ്പെടുത്തുന്നത്. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം 3% താഴെയാണ്. അസം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ, ഒഡീഷ, അതിലൊക്കെ വിലക്കയറ്റം മൈനസാണ്, അതായത് 0-ലും താഴെ. കേരളത്തിന്റെ ഈ വിലക്കയറ്റം അതിനോട് ഒത്തുപോകണമെങ്കിൽ, അതായത് വിലക്കയറ്റവുമായി ബായി എന്ന് വെച്ച് വിലക്കയറ്റത്തിന്റെ തോളിൽ കൈയിട്ട് കേരളത്തിലെ ഉപഭോക്താവിന് മുൻപോട്ട് പോകണമെങ്കിൽ അവന്റെ വരുമാനത്തിൽ 9.4%, അത് തന്നെ ഗ്രാമീണ മേഖലയിലാണെങ്കിൽ 10.5% വർധന രേഖപ്പെടുത്തിയേ പറ്റൂ. അപ്പോഴും വിലക്കയറ്റത്തിന്റെ ഒപ്പത്തിനൊപ്പം തോളിൽ കൈയിട്ട് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. വിലക്കയറ്റത്തെ അല്പമെങ്കിലും കവച്ചു വയ്ക്കണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഒരു 11%, പട്ടണ പ്രദേശങ്ങളിലാണെങ്കിൽ ഒരു 8% വരുമാനത്തിൽ വളർച്ച രേഖപ്പെടുത്തിയാലേ കഴിയൂ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക.